പാർട്ടി അത് നിങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലേ? അപ്പൊ ജമാഅത്തെ ഇസ്ലാമികളോട് നമുക്ക് അവരുടെ ആശയങ്ങളോട് ആശയപരമായി ശക്തമായ എതിർപ്പുണ്ട്. അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും. അവരുമായിട്ട് യോജിപ്പില്ല. അപ്പൊ ആ കുട്ടി ചോദിച്ചതുപോലെ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ എതിർത്തുള്ള സമസ്തന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാല് ആ പാരമ്പര്യമൊന്നും സമസ്ത തുടരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടുമ്പോൾ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ നയങ്ങൾ എന്താണ്, അത് നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ, അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അവരെ രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യണ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന്. ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത്തരം രാഷ്ട്രീയ പാർട്ടികളെ സംസ്ഥ എതിർക്കുമോ? രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ എതിർക്കലല്ല. രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ അങ്ങനെ അത് അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെതായ നയങ്ങളുണ്ടാവും. ആ നയത്തുനിന്ന് അവര് പിന്തിരിയാത്ത കാലത്തോളം നമ്മളവരെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ എതിർത്ത് നടക്കാം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എതിർക്കാം. രാഷ്ട്രീയമായിട്ട് ബി.ജെ.പി ഉണ്ട്, ബി.ജെ.പി ഇതൊന്നും നമ്മുടെ പണിയല്ലല്ലോ. ജമാഅത്തുമായുള്ള ആശയത്തില് മതപരമായ ആശയത്തിൽ അവരോട് ഞങ്ങൾക്ക് എതിർപ്പിട്ട് പറഞ്ഞില്ലേ, അത് നമ്മളെപ്പോഴും എതിർത്തുകൊണ്ടേ നിൽക്കണേ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അത് ആർക്കും രൂപീകരിക്കാമല്ലോ. അത് ജമാഅത്തിന് മാത്രമല്ല, ഇപ്പൊ മുജാഹിദീങ്ങൾക്ക് ജമാഅത്തിന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ ഞങ്ങൾ അഡ്രസ്സിലാണെങ്കിൽ അഡ്രസ്സിലല്ലാതെ അങ്ങനെ ആർക്കും രൂപീകരിക്കാമല്ലോ. അത് കൂട്ടുള്ളവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് കൂട്ടും ചെയ്യാമല്ലോ. ഞങ്ങളിവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് ചോദിക്കാൻ എവിടേക്ക് പോയി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യേണ്ടത് ഇതൊന്നും ഞങ്ങളെ പണിയല്ല. നമ്മളെ പണിയും കൂടെ ആയി ജയിക്കണല്ലോ. അതെ, മുമ്പ് ജമാഅത്തെ ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ടാവും, എതിർക്കേണ്ടതാണല്ലോ. അത് മുക്കം മൊബൈസി അല്ല, ആര് പറഞ്ഞാലും അത് എതിർക്കേണ്ടത് തന്നെ. സഖ്യത്തെ കുറിച്ച് ഉമർ ഫൈസി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അയാളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളോടാണ് ചോദിക്കുന്നത്.